മെസ്സി വരുമോ അർജൻറ്റീന വരുമോ എന്നുള്ള ചോദ്യത്തിൽ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഒരു 6-7 മാസത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ തെറി കേട്ട ഒരാൾ ഞാനായിരിക്കും. എൻ്റെ ഫേസ്ബുക്കിലും ഇൻബോക്സിലൊക്കെ വന്ന് എത്രയോ ആൾക്കാരോട് നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾ വന്നിട്ട് അതിൽ പല ടൈപ്പ് ആളുകളുണ്ട് കേട്ടോ. ഇപ്പോൾ അർജൻറ്റീന ഫാൻസ് ഉണ്ട്, മെസ്സി ഫാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ചാനലാണ്, മറ്റൊരു ചാനൽ സ്പോൺസറായ ഒരു ഇവൻറ്റ് അത് നടക്കാൻ സാധ്യതയില്ല എന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ് അവരെ പ്രകോപിപ്പിച്ചത്. അത് ഈ ചാനലുകൾ തമ്മിലുള്ള എന്തോ റൈവൽറിയിൽ പറയുന്ന അഭിപ്രായമായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത്. ഞാൻ അന്ന് 2-3 ഔട്ട് ഓഫ് ഫോക്കസിൽ ഞാൻ കൃത്യമായ കാര്യം പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് മെസ്സി വരില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേ പറയാനുള്ള ന്യായം തന്നെയാണ് ഇന്നും പറയാനുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രോപ്പർ വേയിലൂടെ എല്ലാവരും ഈ അർജൻറ്റീനയെ ക്ഷണിക്കാൻ പോലും ശ്രമിച്ചതെന്നുള്ളതാണ്. കാരണം അർജൻറ്റീന ഉൾപ്പെടെ ഏത് അന്താരാഷ്ട്ര ടീമുകളും അവരൊരു ഫ്രണ്ട്ലി കളിക്കണമെങ്കിൽ ആ ഫ്രണ്ട്ലി ഫിക്സ് ചെയ്യുന്നതിന് നിയതമായ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഞാൻ അന്ന് തന്നെ ആദ്യത്തെ ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓൾറെഡി ഈ നവംബറിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന അങ്കോളയിൽ നടക്കുന്ന മത്സരം കഴിഞ്ഞ വർഷം ഡിസംബറിൽ കരാറൊപ്പിട്ടതാണ്, കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ. അപ്പോൾ അതെങ്ങനെയാണ് കരാറൊപ്പിട്ടതെന്ന് വെച്ചാൽ അങ്കോളയുടെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡൻറ്റ്, ദേശീയ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തി. അവർ ഡയറക്റ്റായിരുന്നു ഡീലിംഗ്. അപ്പോൾ 2 ഫുട്ബോൾ അസോസിയേഷനുകൾ തമ്മിലാണ് ആ നെഗോഷിയേഷനും ബാക്കിയെല്ലാ ടോക്കും നടക്കുന്നത്. അപ്പോൾ അതിനൊരു ആധികാരികതയുണ്ട്. ഈ ആധികാരികത എന്ന് വെച്ചാൽ 2 രാജ്യങ്ങളുടെ ഫുട്ബോൾ അസോസിയേഷനുകൾ തമ്മിലാണ് സംസാരം നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം ഒരു സംസ്ഥാനമാണ്. നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഇതിൽ ഇടപെടുന്നില്ല. പിന്നെ കേരളമാണ്. കേരളത്തിലെ കായിക മന്ത്രി ആദ്യം എന്ത് ചെയ്യുന്നു? 13 ലക്ഷം രൂപ മുടക്കി അദ്ദേഹം സ്പെയിനിലെ മാഡ്രിഡിൽ ചെന്ന് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സംസാരിക്കുന്നു. അവരുമായി ഒപ്പം നിൽക്കുന്ന ഫോട്ടോയൊക്കെ പുറത്തു വിടുന്നു. അപ്പോൾ കായിക മന്ത്രി അങ്ങനെ പോയി സംസാരിക്കുമ്പോൾ ഈ ഇവൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതാരാണ്? കേരള സർക്കാരായിരിക്കണം, അല്ലെങ്കിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ആയിരിക്കണം. പകരം എന്താണ് ചെയ്തത്? അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്താ പറഞ്ഞത്? നമുക്ക് സ്പോൺസറെ കണ്ടെത്തണം. അപ്പോൾ പിന്നെ പറയുന്നു സ്പോൺസറായിട്ട് ഇങ്ങനെ ഈ പറയുന്ന ചാനൽ കമ്പനിയുണ്ട്, അവരാണ് ഇതെല്ലാം ചെയ്യുക, സർക്കാരിന് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പരിപാടി നടക്കില്ലല്ലോ. അങ്ങനെ ഒരു പരിപാടി നടക്കില്ല. സ്പോൺസർ എന്ന് പറഞ്ഞാൽ അതിന് പണം മുടക്കുന്ന ആൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആ ഈവൻറ്റിന് പണം മുടക്കുന്ന ആളാണ് സ്പോൺസർ. ഓർഗനൈസിങ് ആരാണ് എന്നുള്ള ചോദ്യത്തിൽ ഈ മാസങ്ങളിലൊന്നും ആർക്കും ഒരു ഉത്തരവില്ല. അപ്പോൾ ഓർഗനൈസർ ആയിട്ട് ആരും ഇല്ലാതിരിക്കുക, കേരള സർക്കാരോ കേരള ഫുട്ബോൾ അസോസിയേഷനോ ഇല്ലാതിരിക്കുക, സ്പോൺസർ തന്നെ ഞങ്ങൾ നടത്താമെന്ന് പറഞ്ഞ രംഗത്ത് വരികയാണ്. അവർ ബാക്കിയുള്ള തുടർ ചർച്ചകൾ അവരാണ് നടത്തുന്നത്. സ്പോൺസറുടെ പണിയെന്ന് വെച്ചാൽ പണം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 130 കോടി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ പണം കൊടുക്കേണ്ടത് അവരാണ്. അത് കൊടുക്കുക, അതൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഓർഗനൈസേഷൻ ആരാണ്? ഇതാരാണ് സംഘടിപ്പിക്കുന്നത്? ആ ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. അവിടെ എന്ത് ചെയ്യുന്നു? സ്പോൺസർ ഞാൻ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു. എന്നിട്ട് ഈ സ്പോൺസർ എന്താണ് ചെയ്തത്? അതായത് ഒരു ഫ്രണ്ട്ലി മാച്ച് നമുക്കൊരു ഫിക്സ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഫിഫ അക്രഡിറ്റഡ് ഏജൻസികളെ സമീപിക്കുകയും. ഇപ്പം ഞാൻ ഇനി അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇതുവരെ അങ്ങനെ ഏതെങ്കിലും ഏജൻസി ഇതിൽ ഇടപെട്ടതായിട്ട് നമുക്കറിയില്ല, ഒരു വാർത്തകളിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഫിഫ അക്രഡിറ്റഡ് ഏജൻസിയെ സമീപിച്ച് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ നെഗോഷിയേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നേരിട്ട് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ നെഗോഷിയേറ്റ് ചെയ്യണം. ഇത് രണ്ടും നടക്കുന്നില്ല. ഇത് രണ്ടും നടക്കാതിരിക്കെ ആരോടാണ് ഈ സ്പോൺസർമാർ സംസാരിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടന്നതിന് ശേഷം ആ സ്പോൺസർമാർ തന്നെ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ സംസാരിക്കുന്ന വീഡിയോ കട്ട് ചെയ്ത് വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളിട്ട് നമ്മൾ പരിഹസിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കണ്ടൊരു വീഡിയോയിൽ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ആസ്ഥാനത്ത് ഈ സ്പോൺസർമാരുടെ കമ്പനിയുടെ ഒരു ഡയറക്ടർ അവിടെ പോയി സന്ദർശിക്കുന്നൊരു ഫോട്ടോ, അതിന് മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനിവിടെ ഒരു ഫോട്ടോ കണ്ടു. AFA പ്രസിഡൻറ്റുമായിട്ടാണെന്ന് തോന്നുന്നു. അവരിൽ ഒരാൾ പോസ്റ്റ് ചെയ്യുന്നത്, അത് തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നത്. ആ പടത്തിൻ്റെ വീഡിയോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അവർ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇവർ നേരിട്ട് സംസാരിച്ചാൽ തന്നെ എന്താ സംഭവിക്കുക? ഒന്ന്, അർജൻറ്റീന എന്ന് പറഞ്ഞ രാജ്യം, ഇവർ രണ്ടുപേരും അർജൻറ്റീനയിൽ പോയിരുന്നു. ഓക്കെ, അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള രാജ്യമാണ്. ആ അസോസിയേഷനും ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഒരാൾ ഫ്രണ്ട്ലി കളിക്കാൻ വരാമോ, പൈസ തരാമെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സമ്മതിക്കും. അതിപ്പോൾ റിപ്പോർട്ടർ ചാനലല്ല, ആൻഡോ അഗസ്റ്റിനല്ല, ആര് പോയാലും അവർ സമ്മതിക്കും. അവർക്ക് ക്യാഷ് കിട്ടാൽ മതി. പക്ഷേ അതിൻ്റെ യഥാർത്ഥ നടപടിക്രമങ്ങളിലൂടെ അല്ല പോകുന്നതെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത്തരം കാര്യങ്ങളിൽ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആദ്യം മെസ്സിയെയും അർജൻറ്റീനയും കേരളത്തിൽ കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ പ്രോപ്പറായ വേയിലൂടെ ഒരു ഫിഫ അക്രഡിറ്റഡ് ഏജൻസിയിലൂടെ അർജൻറ്റീനയുമായിട്ട് സംസാരിക്കുക, ആ കരാറിലേക്ക് പോവുക എന്നുള്ളതാണ്. ഈ കരാറുണ്ടോ? അങ്ങനെ ഒരു കരാർ പുറത്തു വന്നിട്ടുണ്ട്. നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കരാർ അർജൻറ്റീനയായിട്ട് പോയിട്ട്? 130 കോടി കൊടുത്തു എന്ന് പറയുന്നു. കൊടുത്തു എന്ന് അർജൻറ്റീന പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പണം നൽകിയിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടില്ല. ആകെ സംഭവിച്ചത് എന്താണ്? അർജൻറ്റീനയുടെ
മാർക്കറ്റിംഗ് വിഭാഗം കമേഴ്ഷ്യൽ വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി കൊച്ചി സ്റ്റേഡിയം സന്ദർശിച്ചു. യഥാർത്ഥത്തിൽ കമേഴ്ഷ്യൽ വിഭാഗമല്ലല്ലോ സ്റ്റേഡിയം സന്ദർശിക്കേണ്ടത്, അതിന് വേറെ എക്സ്പെർട്സ് ഉണ്ട്. അദ്ദേഹം വന്നിട്ട് നോക്കുമ്പോൾ അദ്ദേഹം മന്ത്രി വി അബ്ദുറഹ്മാനോട് സംസാരിക്കുന്നു. അവരതിൽ തൃപ്തരായിരുന്നില്ല, ആ സ്റ്റേഡിയത്തിൽ കളിക്കാൻ തൃപ്തരായിരുന്നില്ല. അപ്പോൾ നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി സ്പോൺസർ ഇറങ്ങി പുറപ്പെട്ടു, സ്പോൺസർ ഓർഗനൈസറായി ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവിടെ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പണം കൊടുത്തു, 130 കോടി കൊടുത്തു. അതിന് റിസർവ് ബാങ്കിൻ്റെ അനുമതി വേണം. ആ അനുമതി കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലോ അതിന് മുമ്പൊക്കെ ഈ സ്പോൺസർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ആ അനുമതി കിട്ടിയിട്ടില്ല, അത് കിട്ടിയ ഉടനെ പൈസ അയക്കും, അങ്ങനെയൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, ഈ സ്പോർട്സ് ഇവൻറ്റുകൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ടാക്സ് ഇവേഷൻ കിട്ടുന്നൊരു പണിയാണ്, നികുതി ഇളവ് കിട്ടുന്നൊരു പണിയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും കള്ളപ്പണം വെളുപ്പിക്കാൻ ഇത്തരത്തിലുള്ള സ്പോർട്സ് ഇവൻറ്റ്സ് നടത്താറുണ്ട്. അപ്പോൾ ഇപ്പോൾ പണം 130 കോടി അവർക്ക് നൽകാൻ വേണ്ടി RBI ഇവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ 130 കോടി വെളുത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ടിക്കറ്റ് അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ടിക്കറ്റ് വിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറേ കൂടി ടാക്സ് ഇവേഷൻ നമുക്ക് കിട്ടുമായിരുന്നു, അവർക്ക് സ്പോൺസർമാർക്ക് കിട്ടുമായിരുന്നു. അതുവല്ലോ ആണോ ലക്ഷ്യം നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അർജൻറ്റീനയും മെസ്സിയൊക്കെ കേരളത്തിൽ വരുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം അത്രയും ഫാൻസുള്ള ഒരു സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇലക്ഷന് മുമ്പ് കൊണ്ടുവരാൻ പറ്റില്ല, മാർച്ചിൽ നടത്താൻ പറ്റിയാൽ വളരെ നല്ല കാര്യം. കാരണം ഇലക്ഷൻ തൊട്ട് മുമ്പൊക്കെ ആണെങ്കിൽ, ഇലക്ഷൻ ഇപ്പോൾ ഏപ്രിലോ മെയിലൊക്കെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാർച്ചിൽ മെസ്സിയും അർജൻറ്റീനയും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ 10 തൊട്ട് കൂടുതൽ CPM-നും LDF-നും കിട്ടിയാൽ നല്ല കാര്യമാണ്. അങ്ങനെ പറ്റുമെങ്കിൽ അത് നടത്തട്ടെ, വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വരരുതെന്നല്ല, വരാൻ വേണ്ടി ശരിയായ വഴി സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.